ഒരു തവണയെങ്കിലും നിങ്ങൾ ചിക്കൻ ഇതുപോലൊന്ന് പൊരിച്ച് നോക്കൂ. പിന്നെ നിങ്ങളിതിൻ്റെ ഫാനായി മാറും. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 600 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത പീസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു കോഴിമുട്ടയും പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് ഇതുപോലെ കോട്ടായി വന്നതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ല ചൂട് വേണം കേട്ടോ. ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്നാലുള്ള മസാല അതിലേക്ക് പെട്ടെന്ന് അങ്ങ് പിടിക്കുള്ളൂ. ചൂടില്ലാത്ത ഓയിലിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് ഇളകി പോകും. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്ത ഉടനെ മറിച്ചിടാനോ ഇളക്കാനോ ഒന്നും നിൽക്കരുത്. അത് അങ്ങനെ തന്നെ ആ ഒരു മസാല അതിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരണം. നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡങ്ങ് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതെല്ലാ പീസുകളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്കൊന്നങ്ങ് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ പിന്നെ നമുക്ക് കോരിയെടുക്കാം. മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഇവിടെ ബാക്കി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ സോസൊക്കെ ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.